വ്യത്യസ്തമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവചനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിന്റെ ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചു കേട്ട വചനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥമായി നാം മാതൃകയാക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വചനം യേശുക്രിസ്തു അല്പം മുമ്പോട്ട് ഇന്ന് കവിണ്ണു വീണു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ മുഖം നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് തിരിയണമെങ്കിൽ, വഴി നടത്തപ്പെടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധി കവിണ്ണു വീണ് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന യാചനയുടെ ആത്മാവ്, അപേക്ഷയുടെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ രാത്രി പോലെ കത്തിപ്പടരണം. പ്രൈസ് ദി ലോർഡ്. എന്നോട് ഞാൻ പറയാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന യാചനയുടെയും അപേക്ഷയുടെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരഗ്നിയായി കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരഗ്നിയുടെ അഭിഷേകം വേണം. അഗ്നി ആളി കത്തുന്നത് എങ്ങനെയാണോ അതേ നിലയിൽ പ്രാർത്ഥനയാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആമേ കത്തി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശു ഭൂമിയിലായിരുന്ന ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ എപ്പോഴും രാവും പകലും പിതാവിനെ അന്വേഷിച്ച്, പിതാവിലേക്ക് തന്നെ മുഖം തിരിച്ച് എപ്പോഴും പ്രാർത്ഥിച്ച് പിതാവിൽ നിന്ന് ആലോചനകൾ ഏറ്റെടുത്താണ് യേശു തന്റെ ശുശ്രൂഷകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ആ ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മൾ അതിനെ പിന്തുടരണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവസഭയ്ക്ക് പ്രാർത്ഥനമില്ല, ദൈവ മക്കൾക്ക് പ്രാർത്ഥനയില്ല. ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ എല്ലാം തടസ്സപ്പെട്ടു. ക്രൈസ്തവ സമൂഹത്തിന് തന്നെ പ്രാർത്ഥനയില്ലെന്ന് ഞാൻ പറയാം. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ ഒഴിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി എന്തിനെയെല്ലാം ആമേൻ ഉയർത്തുന്നു, എന്തിനെയെല്ലാം പുകഴ്ത്തുന്നു, ആരുടെയെല്ലാം മുമ്പിൽ വീഴുന്നോ മുട്ടുകുത്തുന്നോ അതെല്ലാം സാത്താന്യമാണ്. മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തു മാത്രമേ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥനുള്ളൂ. വേറൊരു മധ്യസ്ഥയില്ല. പിന്നെ ക്രൈസ്തവ സഭ ഒരുപാട് മധ്യസ്ഥന്മാരും വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലില്ല, അത് മധ്യസ്ഥകളോടും അതല്ല യഥാർത്ഥ സാത്താന്യമാകട്ടെ. കാരണം ദൈവമല്ലത് കേൾക്കുന്നത്. യഥാർത്ഥം പ്രാർത്ഥന യേശുക്രിസ്തുവിലൂടെയാണ്. ദൈവത്തിന് മനുഷ്യനിടയിൽ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്ന് നമ്മൾ തിമോഥെയോസിന്റെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 1 Timothy 2:4. അപ്പൊ ഈ ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം മുഴുവൻ മധ്യസ്ഥന്മാരോടും പുണ്യവാളന്മാരോടും പുണ്യവതികളോടും വാഴ്ത്തപ്പെട്ടവരോടും പിന്നെ അവർ കൊണ്ടുവരുന്ന ഓരോന്നിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ദൈവികമല്ല, അതിനെല്ലാം സാത്താന്യം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരോട് വേണം പ്രാർത്ഥിക്കാൻ? യേശുവിനോട് പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണ് ശരിയായ പ്രാർത്ഥന. അതിനപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവ കോപം നിങ്ങൾ വാങ്ങിയെടുക്കുകയാണ്, രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം പ്രാർത്ഥനയ്ക്ക് യോഗ്യൻ യേശുവ, പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം യേശുവ, പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചത് യേശുവ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തി തന്നത് യേശുവ. ഇതിനൊന്നും മറ്റൊരാൾക്ക് പങ്കില്ല. ഹല്ലേലൂയ, രക്തം ചെയ്യും. അപ്പൊ യേശു രാത്രിയും പകലും എല്ലാം ദൈവത്തിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ യാഥാർത്ഥ്യമായി തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ആദ്യഫലമായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമേ സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിൽ ആദ്യഫലമായി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആരും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നില്ല. ഞാനും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. നമുക്ക് മുമ്പേ മരിച്ചു അനവധി വിശുദ്ധന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരുണ്ട്, വാഴ്ത്തപ്പെട്ടവരായവരുണ്ട്, വിശുദ്ധന്മാരായിരിക്കുന്നവരുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയയുണ്ട്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ യേശുവിലൂടെ ശിഷ്യന്മാരുണ്ട്, പിന്നീട് ഒരുപാട് വിശുദ്ധന്മാർ വന്നിട്ടുണ്ട്. ഇങ്ങനെ അനവധി വിശുദ്ധന്മാരെയാണ്
ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനയുടെ മധ്യസ്ഥയായി കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷെ ഇവരൊന്നും മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവർ വരെ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. യേശുവിന്റെ അമ്മയടക്കം വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാരെല്ലാവരും മരിച്ച് മൺമറഞ്ഞ് കല്ലറയിൽ ഉറങ്ങുക. ഇന്ന് വരെ അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പലരും പഠിപ്പിക്കുന്ന യേശുവിന്റെ അമ്മ മറിയ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്നാണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തി വെച്ചേനെ. വിശുദ്ധ ബൈബിളിൽ സത്യവേദ പുസ്തകത്തിലും യോസ് ബൈബിളിലും മറ്റൊരു ബൈബിളിലും രേഖപ്പെടുത്താത്ത കാര്യങ്ങളാണ് ജനം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ആരാണ്? യേശു മാത്രം. യേശുവാണ് പിതാവിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നത്. ദൈവത്തിന് മനുഷ്യന്റെ ലേഖ മധ്യസ്ഥൻ യേശു മാത്രം. പ്രൈസ്. മറ്റൊരു മധ്യസ്ഥനില്ല. ബാക്കി എല്ലാവരും കല്ലറയിൽ ഉറങ്ങുന്നവരാണ്. അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇനി അവർ ഉയർത്തെഴുന്നേറ്റും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിന്റെ കാഹളത്തോടും അത്യാകാശത്തിലൂടെ കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ യേശുവിന്റെ അമ്മയായ മറിയടക്കം അന്നത്തെ അപ്പോസ്തലന്മാർ വിശുദ്ധന്മാർ കൂടിയിരുന്ന 120 പേരടക്കം പിന്നീട് മരിച്ച് കല്ലറയിൽ ഉറങ്ങുന്ന എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേക്കും. അത് കർത്താവിന്റെ വരവിലാണ്. പിന്നെ ജീവനോടെ വിശേഷിക്കുന്ന വിശുദ്ധന്മാരെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരോടൊപ്പം എടുക്കപ്പെടും. അതിന് അല്ലാതെ വേറെ ആരും ഉയർത്തെഴുന്നേറ്റില്ല കേട്ടോ, സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള അന്ധമായ വിശ്വാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ്. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് അല്ലേലൂയ. നമ്മൾ ഈ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിയുകയും ചെയ്യുന്നു. വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ഏതവസ്ഥയിലെ വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുത്ത് വെച്ച്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്ത് വെച്ച് നോക്കണം. റോമാലേഖനം 8:34 അല്ലെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവേശു മരിച്ചവനാണ്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിലുള്ള സകല ജനത്തിനു വേണ്ടി പക്ഷപാതം കഴിക്കുന്നവൻ യേശു മാത്രമാണ്. അതുകൊണ്ട് മധ്യസ്ഥന്മാരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സാക്ഷാൽ യേശുക്രിസ്തുവിനോട്, സാക്ഷാൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് യോഗ്യൻ യേശുവാണ്. നമുക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട്, ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്. ഇന്ന് ക്രൈസ്തവ സഭയിലുള്ള പോലെ തന്നെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ വന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സഭയ്ക്ക് പോലും യേശുവിനെ വിശ്വാസമില്ല. എല്ലാവരും തങ്ങളുടേതായ ഇഷ്ടപ്രകാരം ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബൈബിളിന് മാറ്റം വരുമോ? ബൈബിളിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. ഈ എഴുതപ്പെട്ട വചനങ്ങൾക്കൊന്നും ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. അപ്പൊ യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന് 24-25 ചേർത്ത് വായിക്കാം. എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത അല്ലേലൂയ പൗരോഹിത്വം ആകുന്നു എന്നോട് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ ആമേ മാറ്റമില്ലാത്തവനാണ്. യേശുക്രിസ്തുവിന് മാറ്റമില്ലാത്ത പൗരോഹിത്വമാണ്. അതാണ് ഇവനോ അല്ലെ യേശു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട്, യേശു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് അല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് അല്ലേലൂയ മാറാത്ത പൗരോഹിത്വം ആകുന്നു യേശുവിനുള്ളത്. മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത് അല്ലേലൂയ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അല്ലേലൂയ ആമേൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവ് പ്രാപ്തനാണ്. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം പക്ഷപാതം ചെയ്യുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ ആരാണ്? യേശുവാണ്. ഒരു മനുഷ്യനെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ യേശുവാണ്. അല്ലാതെ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി ആരോട് പ്രാർത്ഥിച്ചാലും നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനല്ല, നമുക്കൊരു രക്ഷയും കിട്ടത്തില്ല. രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മാത്രം. രക്ഷയുടെ ഉറവിടം യേശു ഹല്ലേലൂയ. ബൈബിളിൽ യേശുവിനെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ബൈബിളിൽ യേശുവിനെ മാത്രം പറയുന്നു. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ദൈവമായ കർത്താവിനെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. നാം ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ് നമ്മുടെ പ്രാർത്ഥനകൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം പാലിക്കണം എന്നൊക്കെ ഉള്ളത് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്.
ഒന്നുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കട്ടെ. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാത ജീവൻ സദാ ജീവിക്കുന്നവനായി അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അല്ലേ? അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു എന്ന് പറയുമ്പോൾ അഹരോനും പുത്രന്മാരും അമേലിയ ഒരു കൽപ്പനയിലാണ് ആമെ പൗരോഹിത്യം അല്ലലിയ പൗരോഹിത്യം പ്രാപിച്ചത്. അല്ലലിയ. എന്നാൽ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ആണ് ആണയാൽ ഉറപ്പിക്കപ്പെട്ടതാണ്. അല്ലലിയ. ആണ ദൈവസ്നേഹത്തിന്റെ പ്രതിഫലമാണ്. അല്ലലിയ. സ്തോത്രം. പൗരോഹിത്യം ഉന്നതമായിരിക്കുന്നത് പോലെ നിയമവും ശ്രേഷ്ഠവുമായിരിക്കുന്നു. അല്ലേ എന്നിവിടെ കാണാൻ കഴിയും. അപ്പം യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. എബ്രായ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ അടുത്ത ഭാഗം വായിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അല്ലേ? എപ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണോ, എപ്പോഴെല്ലാം ദൈവത്തിന് മുട്ടുമടക്കണോ, എപ്പോഴെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് മധ്യസ്ഥനയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലേരിയ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ പ്രാർത്ഥന മുമ്പിൽ മധ്യസ്ഥനായി കൊണ്ടുവരണം. വേറെ ആരും കൊണ്ടുവരരുത്. അല്ലേരിയ. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവ ലോകം എന്താണ് ചെയ്യുന്നത്? ക്രൈസ്തവ ലോകത്തിന്റെ ഈ പരാജയം എന്താണ്? ക്രൈസ്തവ ലോകത്തിന് ഇത്രമാത്രം ഉപദ്രവം വരാൻ, ക്രൈസ്തവ സഭ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടാൻ കാരണം എന്താണ്? ക്രൈസ്തവ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും എഴുന്നേറ്റത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവ സഭയ്ക്ക് നേരെ വിലക്കും വരുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ജയിലടയ്ക്കുന്നതും ആ സമൂഹത്തെ ഇല്ലായ്മയെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവാൻ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് മറ്റു പലരെയും അതിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി നമ്മൾ ഒരു പക്ഷപാതം ചെയ്യുമ്പോൾ അത് വിഗ്രഹാരാധനയാണ്. അല്ലേ? യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി നമ്മൾ അത് വേറെ ആരെങ്കിലും മധ്യസ്ഥനായി കൊണ്ടു നിർത്തിയിട്ട് അത് അവരോട് മധ്യസ്ഥ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹ ആരാധനയാണ്, അത് സാത്താനി ആരാധനയാണ്. അല്ലേ? അത് ദൈവം പൊറുക്കുന്നില്ല, ദൈവം അത് നമ്മൾ ക്ഷമിക്കുന്നില്ല. വിഗ്രഹാരാധന ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലെ സകല വിഗ്രഹാരാധനകൾ നീക്കിക്കളയണം. ക്രൈസ്തവ സമൂഹത്തിലെ സകല വിഗ്രഹാരാധനകൾ നീക്കിക്കളഞ്ഞിട്ട് ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശുവിലേക്ക് വരണം. അങ്ങനെ ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശുവിലേക്ക് വരുമ്പോൾ സഭ ശുദ്ധീകരിക്കപ്പെടും. അത് ക്രൈസ്തവ വിഭാഗത്തിന്റെ എല്ലാ മേഖലകളിലും. അല്ലേ? വീണ്ടെടുക്കപ്പെട്ടെന്ന് പറയുന്ന ദൈവമക്കളും അടക്കമുള്ളവരുടെ ഇടയിൽ മധ്യസ്ഥ യേശു മാത്രമാകണം. പ്രൈസർ. അതിനിപ്പം പെന്തക്കോസ്ത് സമൂഹമായിരുന്നാലും ക്രൈസ്തവ വിഭാഗത്തിൽ ഏത് മേഖലയിൽപ്പെട്ടവരായിരുന്നാലും നമുക്ക് ഏക മധ്യസ്ഥ യേശുവാണ്. അല്ലാതെ നമ്മൾ പലതും ചെയ്തു കൂട്ടിയതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭ മുഴുവൻ ഉപദ്രവത്തിലൂടെ പീഡനത്തിലൂടെ കടന്നു പോകുന്നത്. എല്ലാത്തിനെയും മാറ്റിവെച്ചിട്ട് യേശുവിനെ നമ്മൾ മുമ്പിൽ നിർത്തി യേശുവിന് പ്രഥമ സ്ഥാനം കൊടുത്താൽ നമ്മുടെ സഭയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും. അല്ലേ? സ്തോത്രം. പക്ഷെ മനുഷ്യൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. മനുഷ്യൻ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മുഴുവൻ അവർ വേദപുസ്തകത്തെ അംഗീകരിക്കത്തില്ല, വേദപുസ്തക വചനം അംഗീകരിക്കത്തില്ല, പരിശുദ്ധന്മാർ എഴുതി തന്നെ വചനം അംഗീകരിക്കത്തില്ല. എന്നാൽ ഇവർ ഈ വചനം പൊക്കിക്കൊണ്ട് നടക്കും, പക്ഷേ അംഗീകരിക്കത്തില്ലെന്നുള്ളതാണ്. അവർ പറഞ്ഞത് ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പ എന്നാ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ശരി. സ്തോത്രം. അങ്ങനെയല്ല സ്തോത്രമായി. നമുക്ക് ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം, ബാക്കിയുള്ളതെല്ലാം സാത്താന്യമാണ്. അല്ലേ? ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എപ്പോഴെല്ലാം പ്രാർത്ഥിപ്പാൻ നിങ്ങൾ മുട്ടിമേ നിൽക്കുന്നു അപ്പോഴെല്ലാം യേശു നിങ്ങളോട് കൂടെ മുട്ടിമേ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴെല്ലാം മുട്ടിമേ നിന്ന് പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ യഥാർത്ഥ മധ്യസ്ഥനായിരിക്കുന്ന യേശുവിനെ കൊണ്ട് നിർത്തുമ്പോൾ, ആ യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനാക്കി നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ, നിങ്ങൾ മുഴങ്കാലം മടക്കുമ്പോൾ നിങ്ങളോടൊപ്പം യേശു ക്രിസ്തുവും മുഴങ്കാലം മടക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നേർച്ച കാഴ്ചകളും വഴിപാടുകളും യാഗങ്ങളും ഒക്കെ നല്ലതാണ്. പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ നല്ലതാണ്. തീർത്ഥാടനങ്ങളും ഒക്കെ നല്ലതാണ്. അല്ലേ? പക്ഷെ അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. യേശു ക്രിസ്തു ഒരിക്കലും വിഗ്രഹാരാധന ആഗ്രഹിക്കുന്നില്ല. അല്ലേ? അപ്പൊ നമ്മൾ യേശു ക്രിസ്തുവിനോട് കൂടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അല്ലേ? എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാനായി വാ മകനെ മകളെ എന്ന് യേശു നിന്നോട് പറയുന്നുണ്ടല്ലോ. പക്ഷെ നീ അത് കേൾക്കുന്നില്ലെന്നുള്ളതാണ്. നിങ്ങൾ ഓരോ ദിവസവും മധ്യസ്ഥന്മാരോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നോടൊപ്പം വാ, ഞാനാണ് നിന്റെ ഏക മധ്യസ്ഥൻ, ഞാനാണ് പ്രാർത്ഥനയ്ക്ക് യോഗ്യൻ, എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വാ എന്ന് യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല. അത് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം.
പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ ദൈവശബ്ദം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ചെവികളിലൂടെ കടന്നു വരണം. ദൈവശബ്ദം നിങ്ങളുടെ വിശ്വാസത്തിൽ കടന്നു വരണം. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ ചെവികളിലൂടെ എത്തി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരണം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ തിരുമുഖത്തെ അന്വേഷിച്ചുകൊണ്ട് യേശുവേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കണം. പ്രൈസലോ. അപ്പം പ്രാർത്ഥിക്കുന്ന ആരോടാണ്? യേശുക്രിസ്തുവിനോട്. യേശുക്രിസ്തുവിനോടല്ലാത്ത എല്ലാ പ്രാർത്ഥനയും എന്താണ്? വിഗ്രഹാരാധനയാണ്. പ്രൈസലോ. ക്രൈസ്തവ സമൂഹം മാനസാന്തരപ്പെടണം. ക്രൈസ്തവ സമൂഹം മാനസാന്തരപ്പെടണം. ഇതൊക്കെ പറയുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് എന്നോട് ഇടർച്ച തോന്നിക്കും. പക്ഷെ വേദപുസ്തകം അങ്ങനല്ലേ. വേദപുസ്തകം വായിക്കാതെ നിങ്ങൾ ഇടർച്ച പറഞ്ഞിട്ട് കാര്യമുണ്ട്. വേദപുസ്തകം വായിക്കാതെ പഠിക്കാതെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ തിരിച്ചറിയാതെ ഇനി ആ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയരുത്. സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളല്ലേ. ക്രൈസ്തവ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അല്ലേ? എന്നിട്ടാണ് ഇപ്പോൾ ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശുവിനെ ഞാൻ എന്നോടൊപ്പം കൂടെ നിർത്തി. യേശു എന്നോടൊപ്പം കൂടെ നിന്ന് ഞാൻ മുട്ടുമടക്കുമ്പോൾ മുഴകാലം മടക്കുമ്പോൾ യേശു എന്നോട്, യേശു ആമേ ഞാൻ യേശുവിനോട് കൂടെ. അല്ലേ? അതാണ് പ്രാർത്ഥന. അല്ലാത്ത പ്രാർത്ഥനകളെല്ലാം ശൽപ്പനമാണ്. അല്ലേ? ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ പറയുകയാണ്, യേശു പറയുകയാണ്, പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണു, പിതാവേ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അനേകർ വന്ന് കവിണ് വീണിട്ടുണ്ട്. യേശുവിന്റെ പരസ്യമുള്ള സമയത്ത് അനവധി ആളുകൾ യേശുവിന്റെ മുമ്പിൽ വന്ന് കവിണ് വീണിട്ടുണ്ട്. അല്ലേ? എന്നാൽ മത്തായിയുടെ സുവിശേഷം 26:39 വായിക്കുമ്പോൾ യേശു കവിണ് വീണ് പിതാവിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നോക്കി ആമ യേശു എന്റെ മുമ്പിൽ അനേകർ കവിണ് വീണു. ഇവിടെ നോക്കി യേശു ക്രിസ്തു പിതാവിന്റെ മുമ്പിൽ കവിണ് വീഴുകയാണ്. അല്ലേ? അപ്പൊ യേശു ക്രിസ്തു പിതാവിന്റെ മുമ്പിൽ കവിണ് വീണ് പ്രാർത്ഥിക്കുക, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുക. ലൂക്കോസ് സുവിശേഷം 22:41 അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. എന്നാൽ അതിദുഃഖത്താൽ യേശു പിന്നെ കവിണ് വീണ് മത്തായിയാണ് പറയുന്നത്. യേശു കവിണ് വീണെന്ന് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. യേശു ക്രിസ്തു കവിണ് വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, അതിനെ എങ്ങനെ നമ്മൾ അനുസരിക്കുന്നു, എങ്ങനെ നമുക്കത് ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് സത്യം കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രൈസലോ. പ്രാർത്ഥന നമ്മുടെ കർത്താവിനോട്. യേശു ക്രിസ്തു പോലും പിതാവിന്റെ മുമ്പിൽ കവിണ് വീണു എങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ യേശുവിന്റെ മുമ്പിൽ കവിണ് വീണ് പ്രാർത്ഥിക്കണം. യേശുവിന്റെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ മുമ്പിൽ മുഴങ്ങാനും മുടക്കി പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ യേശു അല്ലാതെ മറ്റാരും കാണരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമം മാത്രമേ വിളിക്കാവുള്ളൂ. അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്റെ മാതാവി എന്റെ മാതാവി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവികമല്ല, സാത്താന്യമാണ്. പലരും പ്രാർത്ഥിക്കുമ്പോൾ അവർ വിളിക്കുന്നത് എന്റെ മാതാവി എന്റെ മാതാവി മാതാവി എന്നാണ്. മാതാവ് ഒരിക്കലും ദൈവമല്ല. മാതാവ് യേശുവിന്റെ അമ്മയാണ്. അവർ പൂർണ്ണ വിശുദ്ധയാണ്. അവർ മരിച്ച് കല്ലറയിൽ വിശ്രമിക്കുന്നു. അവർ നിദ്ര കൊള്ളുകയാണ്. അവർക്കൊരു ഉയർപ്പുണ്ട്. കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ യേശുവിന്റെ അമ്മയായ മറിയ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർപ്പോടുകൂടി അന്നേ അവർക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പായി നിങ്ങൾ കവിണ് വീണ് മാതാവേ 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 എന്ന് വിളിച്ചാൽ അത് ദൈവികമല്ല, അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. പ്രൈസലോ. വേദപുസ്തകം നിങ്ങൾ വായിച്ച പോലെ പ്രാർത്ഥനയ്ക്ക് ഏക മധ്യസ്ഥനായിട്ട് യേശുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണം. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ പിതാവായി ദൈവത്തെ മാത്രം മുമ്പിൽ നിർത്തി വേറെ ആരോടും യേശു പ്രാർത്ഥിച്ചില്ല. യേശുവിനറിയാം വേറെ ആരോടും പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അല്ലേ? കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ ഒരിക്കലും ആ കുടത്തിനകത്ത് വെള്ളം ചെല്ലത്തില്ല, കുടത്തിന് പുറകെ കൂടെ ഒഴുകിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് അല്ലാത്ത പ്രാർത്ഥനയെല്ലാം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. എത്താൻ ചെയ്യും. അല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് വരേണ്ടതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് വരേണ്ടതാണ്. അത് ജൽപ്പനമല്ല. പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ്. പ്രാർത്ഥന നാം ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അല്ലേ? നമ്മുടെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളെ സങ്കടങ്ങളെ വേദനകളെ എല്ലാം നാം ഇറക്കി വെക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥന. അത് യേശു ക്രിസ്തുവിലാണ് അത് സംഭവിക്കേണ്ടത്. പ്രൈസലോ. അപ്പൊ യേശു കവിണ് വീണു പ്രാർത്ഥിച്ചു. അല്ലേ? നോക്കിയ യേശു ക്രിസ്തു പോലും കവിണ് വീണ് പ്രാർത്ഥിച്ചത് വേദപുസ്തക സുവിശേഷം 4 നമ്മെ വിവിധ തലങ്ങളിൽ ഓർപ്പിക്കുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിലാണ് കവിണ് വീഴുന്നത്? അല്ലേ? മനുഷ്യന്റെ മുമ്പിലോ? അല്ലേ? മനുഷ്യന്റെ മുമ്പിൽ കവിണ് വീണിട്ട് യാതൊരു പ്രയോജനമില്ല. മനുഷ്യൻ പാപി തന്നെയാണ്.
ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചു പോയ സകല മനുഷ്യരും പാപിയാണ്. ഈ ഭൂമിയിൽ ജനിച്ച് അങ്ങ് മരിച്ചുപോയ, ഭൂതകാലത്തിൽ മരിച്ചുപോയ അല്ലെങ്കിൽ സകലരും പാപികളാണ്. കഴിഞ്ഞ നിമിഷം വരെ മരിച്ച് കല്ലറയിൽ വിശ്രമിക്കുന്ന ശവത്തിലേക്ക് നിദ്ര കൊള്ളുന്നവരെല്ലാവരും പാപികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വർത്തമാന കാലഘട്ടമാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് പ്രാർത്ഥിച്ചാലും ആ മനുഷ്യരെല്ലാം പാപികളാണ്. മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല, നിയമമില്ല. അവരെല്ലാം പാപിയായവരാ. എന്നാൽ പാപമില്ലാത്തവൻ, പാപം ലെവലേശം പോലും ജീവിതത്തിൽ വരാത്തവൻ, അകൃത്യങ്ങളിൽ വീണു പോകാത്തവൻ, ഫോഷ്കു പറയാത്തവൻ, അല്ലേലൂയ, യേശുക്രിസ്തു മാത്രം. തന്റെ 33.5 തിരുവയസ്സ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധമായിരുന്നു, പരിഭാവനവുമായിരുന്നു. യേശുവിന്റെ 33.5 തിരുവയസ്സ് ജീവിതം, 3.5 വർഷത്തിന്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ യേശുക്രിസ്തു ഈ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തിയതായിട്ട് ഒരു സ്ഥലത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തരുത്. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മുമ്പാകെ, കർത്താവായ യേശുക്രിസ്തു മുമ്പാകെ നമ്മൾ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യേശു കമണ്ണു വീണു എന്ന് ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. ഈ പാനപാത്രം എന്ന് പറഞ്ഞത് കർത്താവിന്റെ ക്രൂശ് മരണം മുന്നിൽ കണ്ടുകൊണ്ടാകണം. ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പറയുന്നത് കർത്താവിന്റെ പാനപാത്രം മുമ്പിൽ കണ്ടുകൊണ്ടാകണം. ഹല്ലേലൂയ. അല്ലൊരു സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിംഗിലേക്ക് നടത്തപ്പെടുവാൻ ഇടയാകാതെ ഗെത്സമനയിൽ വെച്ച് തന്നെ യേശുവിനെ കൊല്ലുവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള അതിവേദന മൂലമാണ് യേശു അവിടെ കവിട് വീണ് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഗോൽഗോത്തയിൽ എത്തുന്നതിന് മുമ്പ് യേശുവിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് സാത്താൻ പലവിധമായ തന്ത്രങ്ങൾ ഗെത്സമനയിൽ തന്നെ ആരംഭിച്ചപ്പോൾ അതവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വചനം പൂർത്തീകരിക്കുവാൻ, പരിശുദ്ധാത്മാവ് എഴുതി തന്ന വചനം പൂർത്തീകരിക്കാൻ വേണ്ടി യേശു കമണ്ണു വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, ഈ ഗെത്സമനയിൽ വെച്ച് എന്റെ മരണം സംഭവിക്കരുത്. തിരുവെഴുത്ത് പറയും പോലെ അത് ഗോൽഗോത്തയിൽ തന്നെ സംഭവിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഹല്ലേലൂയ, ആമീൻ, ഒരു സ്തോത്രം, ഒരു പഠന ഭാഗം, അങ്ങനെ ഓരോ പാഠഭാഗം നമ്മൾ വായിക്കും, മനസ്സിലാക്കും. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് മനുഷ്യപുത്രൻ എന്ന നിലയിൽ സംരക്ഷണത്തിനും വിടുതലിനും പിതാവിനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? കമന്റ് വീണ് പ്രാർത്ഥിച്ചു, എങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പറയുന്നത് യേശു ഒരു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ദൈവമായി ഇരിക്കത്തിച്ചത് മനുഷ്യപുത്രനുമാണ്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ തനിക്കൊരു സംരക്ഷണം, ഒരാശ്രയം, ഹല്ലേലൂയ, ഒരു വിടുതൽ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിയത്. അതേപോലെ തന്നെ ഞാനും നിങ്ങൾ ഈ ഭൂമി മനുഷ്യനായി നമ്മളോട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരു സംരക്ഷണം ആവശ്യമാണ്, നമുക്കൊരു വിടുതൽ ആവശ്യമാണ്, നമുക്കൊരു ആശ്രയം ആവശ്യമാണ്. അങ്ങനെ നമുക്ക് വിവിധമായ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നാം ചെല്ലുമ്പോൾ വിടുതലും സംരക്ഷണ ആശ്രയത്തിനു വേണ്ടി നമ്മൾ യേശുവിന്റെ മുമ്പിൽ വേണം മുട്ടുകുത്താൻ. യേശു പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. യേശു പിതാവിനോട് തന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവ് യേശുവിനോട് മുട്ടുമടക്കി നമ്മുടെ ആവശ്യങ്ങൾ പറയണം. ഹല്ലേലൂയ. അതല്ലേ വേദപുസ്തകം എന്ന് പറയുന്നത്. സത്യവചന മകനല്ലേ? സത്യവചനത്തെ നമ്മൾ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ ഭംഗിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനെ നിൽക്കണമെന്നാണ് അല്ലെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. രക്തഞ്ചയം എല്ലാം മാനസാന്തരം. ഈ കാലഘട്ടത്തിൽ ദൈവസഭകളെല്ലാം ശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ദൈവം ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, യേശു അവരിൽ വസിക്കുവാൻ യേശു ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശു നിന്നിൽ വസിപ്പാൻ ആഗ്രഹിക്കുക. യേശു നിന്റെ കുടുംബത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നീ യേശുവിൽ വസിക്കുകയും യേശു നിന്റെ കുടുംബത്തിന്റെ നാഥനായിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് യേശുവിന്റെ മുമ്പിൽ കമണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ നിങ്ങൾ എന്തെല്ലാം ചെയ്തുകൊണ്ടും അത് ദൈവികമല്ല. ബൈബിൾ അതിന് പ്രമാണമില്ല, ബൈബിൾ തെളിവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യേശു ഭൂമിയിലായിരുന്ന ദിവസങ്ങളിൽ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു എന്ന് ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 9:51 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്ര മനസ്സുറപ്പിച്ചു. ഹല്ലേലൂയ. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്ന്, എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ ഹല്ലേലൂയ കൈക്കൊണ്ടില്ല എന്നവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം അവൻ യെരൂശലേം നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരഞ്ഞുവെന്ന് വീണ്ടും ലൂക്കോസ് സുവിശേഷം 19:41 രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ യെരൂശലേമിനോട് സമീപിച്ചപ്പോൾ അതിന്റെ നാശം കണ്ടിട്ട് യേശു യെരൂശലേമിനെ കുറിച്ച് കരഞ്ഞു. 19:41 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഈ വചനം എത്ര യാഥാർത്ഥ്യമല്ലേ! നിന്റെ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നുവെന്ന്. പ്രേക്ഷകോ, അത് സ്നേഹിത, ഈ ലോകം വല്ലാത്ത ദുരന്തത്തിലേക്ക് പോവുകയാണ്. ഈ ലോകം വളരെ ദുർഘടങ്ങളിലേക്ക് പോവുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത നാളുകളിൽ ഇനി ഇവിടെ എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുവെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. നാളെക്കുറിച്ച് നമ്മുടെ വിഷയമല്ല. ഇന്നത്തെ ദിവസം, ഇന്ന് നീ ജീവിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം നീ യേശുവിന് മുമ്പിൽ കവണ വീണ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? നീ നിന്റെ കുടുംബവും നീ നിന്റെ മക്കളും കുടുംബവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കവണ വീണ് പ്രാർത്ഥിച്ച് അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അവനെ നിങ്ങളുടെ കുടുംബത്തിന്റെ നായകനായി നാഥനായി സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ യേശു ഏക മധ്യസ്ഥനായി വസിക്കുകയാണെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ അഴിഞ്ഞുപോകും, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോകും. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ശാപം മാറ്റാൻ വേണ്ടി നടക്കുന്നത്, ശാപം മാറാൻ വേണ്ടി, ശാപം മാറ്റാൻ വേണ്ടി ശാപപരിഹാര ശുശ്രൂഷ എവിടെ നടക്കുന്നു അങ്ങോട്ട് പോകുന്നില്ല. ബന്ധനങ്ങൾ, ദുർഭൂത ബന്ധനങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ദേശത്തിന്റെ പോരുകൾ, അല്ലെങ്കിൽ തകടേലസ് തുടങ്ങിയ അനവധി മന്ത്രങ്ങൾ നിന്റെ കുടുംബത്തിൽ തകർക്കുന്നു. അതിൽ നീ ഭയപ്പെട്ടിട്ട് നീ അതിനെ ജയിക്കാൻ വേണ്ടി പല മാർഗങ്ങളും നീ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ പിശാച് ബന്ധിച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തെ സാത്താൻ ബന്ധിച്ചിരിക്കുന്നു. നിന്റെ തലമുറയെ സാത്താൻ പിശാച് ബന്ധിച്ചിരിക്കുന്നു. നിന്റെ മക്കളെ മുഴുവൻ മയക്കുമരുന്നുകൊണ്ട് പിശാച് ബന്ധിച്ചു. നിന്റെ ഭർത്താവിനെ മദ്യം കൊണ്ട്, ലഹരി കൊണ്ടും അവൻ ബന്ധിച്ചു കഴിഞ്ഞു. നിന്റെ ആത്മീയ കണ്ണ് തുറക്കാതിരിക്കത്തക്ക നിലയിൽ, നിന്റെ ആത്മീയ കണ്ണുകൾ മറയത്തക്ക നിലയിൽ പിശാച് നിന്നെ പലതിലേക്കും പാപവീട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടണം. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ട് ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി അയക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പരിഹാരമുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഏക പരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. എന്തിനാണ്? എനിക്കറിയാം ഏക മധ്യസ്ഥൻ യേശു. കർത്താവായ യേശുക്രിസ്തു ഏക മധ്യസ്ഥനായതുകൊണ്ടാണ് പാപത്തിന്റെ നീർച്ചുഴിയിൽ വീണ് കിടന്ന എനിക്കൊരു മോചനം കിട്ടിയത്, എനിക്കൊരു വീണ്ടെടുപ്പ് കിട്ടിയത്. ഞാൻ നിന്ന സമുദായത്തിനകത്ത്, ഞാൻ നിന്ന സമൂഹത്തിനകത്ത് വിശുദ്ധന്മാരും വിശുദ്ധകളും ഒരുപാട് വാഴ്ത്തപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു, മധ്യസ്ഥരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ എനിക്കൊരു പാപമോചനം തരുവാൻ കഴിഞ്ഞില്ല. അല്ലേ, എനിക്ക് പാപമോചനം തന്നത് ഏക മധ്യസ്ഥനായ യേശുവാണ്. ഹല്ലേലൂയ. അവന്റെ രക്തത്താലാണ് എന്റെ പാപത്തിന്റെ കറകൾ കഴുകിക്കളഞ്ഞത്. അവന്റെ രക്തത്താലാണ് ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചത്. അതാണ് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്. തന്റെ പുത്രൻ കർത്താവുമായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അത് നമ്മുടെ സകല പാപത്തിന്റെ കറകളും കഴുകിക്കളയുക. നമ്മുടെ സകല പാപത്തിന്റെ അഴുക്കുകളും കഴുകിക്കളഞ്ഞ് നമ്മെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാക്കി, ദൈവ മകനാക്കി, ദൈവത്തിന്റെ മകളാക്കി, സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി, നിത്യതയുടെ ഓഹരിയാക്കി നമ്മളെ മാറ്റിയെടുക്കുവാൻ ഈ ഭൂമിയിൽ മറ്റൊരു മധ്യസ്ഥനും കഴിയില്ല. അതിന് ഏക മധ്യസ്ഥൻ യേശുവാണ്. അതിനു വേണ്ടിയിട്ടാണ് യേശു സ്വർഗം വെട്ടി ഭൂമിയിൽ വന്നതും അവന്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് തന്നതും. ഹല്ലേലൂയ. ഞാൻ കൊടും പാപിയായിരുന്നു, കൊടും ക്രൂരനായിരുന്നു, കൊടും പാപി. ഹല്ലേലൂയ. അത്രമാത്രം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദൈവവുമായി യാതൊരു സമ്പർക്കവുമില്ലാതെ ജീവിച്ച് എന്റെ ജീവിതത്തിനകത്തേക്ക് യേശു വന്നപ്പോഴാണ് എന്റെ പാപത്തിന്റെ കറകളെ മുഴുവൻ കഴുകിക്കളഞ്ഞിട്ട് എന്നെ വീണ്ടെടുത്ത്, എന്റെ ശരീരത്തെ എന്നെ അടക്കം വീണ്ടെടുത്തിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ.
എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു അല്ലാതെ ഏതെങ്കിലും ആളുകൾ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് മുമ്പും മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഏതെങ്കിലും മധ്യസ്ഥന്മാർ ക്രൂശിൽ മരിച്ചതായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിശുദ്ധന്മാർ, ഏതെങ്കിലും മധ്യസ്ഥന്മാർ യേശുക്രിസ്തുവിന് പകരമായി മരിച്ചു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് ഏതെങ്കിലും രേഖകളുണ്ടോ? ഹല്ലേലൂയ. ഒരു രേഖ പോലും ഇല്ല. ഹല്ലേലൂയ. അപ്പം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മധ്യസ്ഥ യേശുക്രിസ്തു മാത്രമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കമിട് വീണ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ആ യേശുവിന്റെ പാദപീഠത്തിലേക്ക് വന്ന് വീണു. അത് വിശ്വാസത്താല കേട്ടോ. യേശുവിന്റെ പാദപീഠത്തിൽ കമിട് വീഴുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്താല. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലുള്ള സകല വിഗ്രഹങ്ങളെ മാറ്റിക്കളയണം. ക്രൈസ്തവ സമൂഹത്തിലുള്ള സകല വിഗ്രഹങ്ങളെ നമ്മൾ നീക്കിക്കളയണം. അല്ലേ? ഈ ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ച ഏക കർത്താവ് മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെയും കീഴിൽ മനുഷ്യനിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് അപ്പോസ്തലർ 4:12 വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ കൈപിടിച്ചുയർത്തുവാൻ, നിന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തുവാൻ, നിന്റെ തലമുറയെ കൈപിടിച്ചുയർത്തുവാൻ, നിന്റെ താഴ്ചയിൽ നിന്ന് വിടിവിക്കുവാൻ, നിന്റെ കഷ്ടം മാറ്റിത്തരുവാൻ, നിന്റെ വ്യാധികളെ മാറ്റിത്തരുവാൻ, നിന്റെ ബന്ധനം അഴിക്കുവാൻ, നിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ഏക കർത്താവ് യേശു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമാലേഖനം 12:2. ഹല്ലേലൂയ. നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് വന്നിട്ട് നമ്മൾ സത്യവേദപുസ്തകം വായിക്കണം. സത്യവേദപുസ്തകം വായിക്കുമ്പോൾ യേശുവല്ലാതൊരു മധ്യസ്ഥനെ വേറെ കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഏക മധ്യസ്ഥൻ യേശുവാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശുവിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ചെറുപ്രായം തൊട്ടും ഞാൻ എൻ്റെ 36 വയസ്സ് വരെ മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ട് കിടന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന്റെ മകനായി എന്നെ സ്വീകരിച്ച് എന്റെ മരണാനന്തര നിത്യതയോടെ അത് എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയത് യേശുവാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യണം. അതുകൊണ്ട് ഏക മധ്യസ്ഥൻ യേശു, ഏക രക്ഷിതാവ് യേശു, ഏക വീണ്ടെടുപ്പുകാരൻ യേശു. മനുഷ്യന്റെ പാപപരിഹാരത്തിനായി മറ്റൊരുത്തൻ ഈ ഭൂമിയിൽ മരിച്ചിട്ടില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രം. മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ യേശു മാത്രം. ഹല്ലേലൂയ. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവൻ യേശു മാത്രം. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ആദ്യ ഫലം യേശു. ആ യേശു 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിട്ട് സ്വർഗത്തിലേക്ക് കരകയറി പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആരോപണം ചെയ്ത കർത്താവ് പോയതുപോലെ മടങ്ങി വരും തന്റെ സഭയെ ചേർക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 1:11. മറ്റൊരു മധ്യസ്ഥന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ മാളികമുറിയിൽ അയക്കും, പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ അന്ന് കൂടിയിരുന്ന 120 പേരുണ്ടല്ലോ. 120 പേരും മധ്യസ്ഥരല്ല, അവരെല്ലാം ദൈവത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. ആ 120 യേശുവിന്റെ അപ്പോസ്തലന്മാരടക്കമുള്ള ഉള്ള സകലം ആരും മരിച്ച് കല്ലറയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. കല്ലറയിൽ ഉറക്കമാണെന്ന്. അതിലൊരു കുഞ്ഞു പോലും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവർ വീണ്ടും മരിച്ച കല്ലറയിൽ ഉറങ്ങുന്നുണ്ട്. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. ലാസറിനെ ഉയർപ്പിച്ചില്ലേ? നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചില്ലേ? യാനൂസിന്റെ മകളെ ഉയർപ്പിച്ചില്ലേ? അങ്ങനെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ മരിച്ചുപോയി ഉയർത്തില്ലേ? അവരെല്ലാം വീണ്ടും മരിച്ചവരാണ്. വീണ്ടും മരിച്ചവർ അവരെല്ലാം കല്ലറയിൽ വാസം ചെയ്യുന്നു, നിദ്ര കൊള്ളുക. ഇനി അവർക്കൊരു ഉയർപ്പുണ്ട്, എന്നേക്കുമായി ഉയർപ്പ്. ഈ ഭൂമി വിട്ട്, ഈ മണ്ണ് വിട്ട്, ഈ ഖബറിടം വിട്ട് അവർ സ്വർഗരാജ്യത്ത് എത്തുവാൻ കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ അവരെല്ലാം വീണ്ടും ഉയർക്കും. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ആദ്യമേ കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവർ സ്വർഗ്ഗാരോഹണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന സത്യത്തെ നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ, നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമെന്ന്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കണം. യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷിതാവ്, ഏക രക്ഷകൻ. യേശു മാത്രമാണ് മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും യേശുക്രിസ്തു മാത്രമാണെന്ന്. ആ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ നിന്റെ കണ്ണുകളെ തുറക്കണം. പുറമേയുള്ള കണ്ണല്ല, ആത്മീയ കണ്ണ് തുറക്കണം. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെളിച്ചം ഉണ്ടാകണം. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു മാറ്റമില്ല കേട്ടോ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുവിനെ കണ്ട് അല്ലെങ്കിൽ ആമെ കരഞ്ഞു വന്നാം, അതിനെ കണ്ട് കരഞ്ഞു. ഈ മരിച്ച ലാസറിന് വേണ്ടിയും മരിച്ചു കിടക്കുന്ന മനുഷ്യകുലത്തിനു വേണ്ടിയും യേശു കരഞ്ഞു എന്ന് കാണാൻ കഴിയും. യേശുവിന്റെ പ്രാർത്ഥനാ സ്ഥലം ഗത്സമനയായിരുന്നു. അല്ലെങ്കിൽ ഗത്സമന എന്നാൽ എണ്ണച്ചക്ക് എന്നാണ് അർത്ഥം. യേശു പ്രാർത്ഥനയിൽ തന്നെ പിഴിഞ്ഞെടുത്ത സ്ഥലം അത് തന്നെയാണ്. ഹല്ലേലൂയ. ഗത്സമന എന്ന് പറഞ്ഞാൽ എണ്ണച്ചക്ക്. ഹല്ലേലൂയ. എണ്ണ പിഴിഞ്ഞെടുക്കുന്നതിലെ ഗത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. എണ്ണ പിഴിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ യേശു നമുക്ക് വേണ്ടി അവിടുന്ന് ഹൃദയം പൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്നാൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന പത്രോസ് പിറ്റേ ദിവസം യേശുവിനെ പറയുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിനെ തള്ളി പറയുവാൻ തന്നെ കാരണം ഹല്ലേലൂയ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം പൂർണ്ണതയിലേക്ക് എത്താത്തത് കൊണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുന്ന ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഗത്സമനയിലുള്ള ആ ദീർഘശ്വാസങ്ങൾ നിങ്ങളുടെ ചെവിയിൽ വീഴട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഗത്സമന തോട്ടത്തിൽ യേശു ആ വീർപ്പ് അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആ അനുഭവത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് വരണം. നിങ്ങളുടെ ഹൃദയത്തിൽ അത് നിങ്ങൾ ഫലിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ യേശുവിന്റെ വിയർപ്പിന്റെ അഥവാ രക്തത്തുള്ളി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയണം. കാൽവരി സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം ഉരുകണം. കാൽവരി സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം ഉരുകണം. ഞാൻ പറഞ്ഞു വെച്ചത് പ്രാർത്ഥനയ്ക്ക് ഏക മധ്യസ്ഥൻ യേശു എന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ക്രൈസ്തവ സമൂഹത്തോട് പറഞ്ഞത്, ക്രൈസ്തവ സമൂഹം ഞാൻ അടക്കം നിൽക്കുന്ന ക്രൈസ്തവ സമൂഹമാണല്ലോ. ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാം ക്രൈസ്തവ സമൂഹം എന്നല്ലേ പറയുന്നത്. അതിനകത്ത് ഞാൻ അടക്കമുള്ള വിവിധ വിഭാഗക്കാരുണ്ട്, വിവിധ വിഭാഗക്കാരെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള എല്ലാവരോടും കൂടെ പറയുന്നത് അനേകം മധ്യസ്ഥ യേശുവാണെന്ന്. ഹല്ലേലൂയ. പ്രവാചകന്മാരെ ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ട്, പ്രവാചികമാരെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, വിശുദ്ധന്മാരെ ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ മനുഷ്യ ദൈവങ്ങളെ ഒരുപാട് പേര് ചുമന്നുകൊണ്ട്, ഇതൊന്നും ദൈവികമല്ല കേട്ടോ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പ്രവാചകന്മാർക്ക് അടിമപ്പെട്ടവരാ. പ്രവാചകൻ ഇല്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നും പ്രവചനത്തിന് മാത്രം അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് വേർപെട്ട കൂട്ടങ്ങളുണ്ട്. അവർക്ക് പ്രവചനം കേട്ടേ പറ്റുള്ളൂ, പ്രവചനം ഇല്ലാതെ പറ്റത്തില്ല. വിശുദ്ധന്മാർ പോലും ചിലപ്പോൾ വിളിച്ചിട്ട് ചോദിക്കും, പാസ്റ്റർ എല്ലാം കണ്ടോ? ലഹരിക എന്തോ കാണാനാ സ്വഭാവമായി. നിന്നെക്കുറിച്ച് ആലോചനയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? നീ യഥാർത്ഥത്തിൽ യേശുവിന്റെ സന്നിധി കമിണ് യേശു ഗത്സമനത്തോട്ടത്തിൽ കമിണ് വീണു. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നീ യേശുവിന്റെ മുമ്പിൽ കമിണ് വീണ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേൽ വരാൻ പോകുന്ന എല്ലാ ഭവിഷ്യത്തുകളെയും ദൈവം നീക്കിത്തരും. ഹല്ലേലൂയ. അതിന് പ്രവാചകനല്ല അഡിക്റ്റായി മാറരുത്, പ്രവാചകൻ അടിമയായി മാറരുത്. നമ്മൾ യേശുവിന്റെ ദാസനായി മാറണം. യേശുവിന്റെ അടിമയായി മാറണം. അവന്റെ മുമ്പിൽ മുഴങ്കാലും കിടക്കണം, അവന്റെ മുമ്പിൽ കമിണ് വീണ് കിടക്കണം. യേശുവേ, അപ്പാ എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകണം. ഞാനും എന്റെ കുടുംബവും നേരിടുന്ന വെല്ലുവിളികൾ, ഞാനും എന്റെ കുടുംബവും നേരിടുന്ന കഷ്ടതകൾ, എന്റെ കുടുംബത്തിന്റെ തലമുറകൾ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ ബന്ധനങ്ങൾ, അല്ലെങ്കിൽ എന്റെ കടങ്ങൾ, ബാധ്യതകൾ, എന്റെ മാനസിക പ്രശ്നങ്ങൾ, എന്റെ കുടുംബ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നെ മദ്യത്തിൽ നിന്ന് മയക്കുകളിൽ ലഹരിയിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ, എന്റെ ധാർമ്മികമായ ജനികമായ ജീവിതത്തിലേക്ക് മോചനം നൽകുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും നമ്മൾ യേശുവിനെ പോലെ കമിണ് വീണ് പ്രാർത്ഥിച്ച് യേശുവിനോട് പറയണം. യേശു പിതാവിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ കുടുംബത്തിനകത്ത് ബന്ധനം അഴിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യം തന്നെ പ്രാർത്ഥനയാണ്. ആരോട് യേശുവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവസന്നിധിക്ക് അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന റോമലേഖനം 8:26 കാണാൻ കഴിയും. അതെ, ക്രിസ്തുവിന്റെ തിരുമുഖത്ത് ഉയരുന്ന പ്രാർത്ഥനയാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്നേഹാഗ്നിയായിട്ട് ഇറങ്ങി വരണം. അല്ലേ? ക്രിസ്തുവിന്റെ മുഖത്തു നിന്നും ക്രിസ്തുവിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനയുടെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് സ്നേഹത്തിന്റെ അഗ്നിയായി, പ്രാർത്ഥനയുടെ അഗ്നിയായി ഒഴുകി ഇറങ്ങണം. ഈ പ്രാർത്ഥന എന്ന അഗ്നിയാൽ നീ കർത്താവിന് വേണ്ടി കത്തണം. പ്രാർത്ഥനയിൽ കത്താൻ കഴിയണമെങ്കിൽ യേശുവിനെ നീ മാതൃകയാക്കണം.
പ്രാർത്ഥനയ്ക്ക് ഏക മധ്യസ്ഥനേശു. അവർ വായിച്ച വചനത്തിലേക്ക് വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യമാണ്. ഹല്ലേലൂയ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതെ, പ്രാർത്ഥിക്കാം, യേശുവിനെ മാതൃകയാക്കാം. ഈ കാലഘട്ടം വല്ലാത്ത ദുരന്തമാണ്. ഇനിയും വരാൻ പോകുന്ന വലിയ ദുരന്തമാണ്. വലിയ ദുരന്തം നമ്മൾ നേരിടാൻ പോവുക. ആ ദുരന്തത്തെ നേരിടാൻ നിനക്ക് കഴിയണമെങ്കിൽ യേശുവിന്റെ മുമ്പിൽ കവിണ് വീണ് പ്രാർത്ഥിക്കാൻ കഴിയണം. ഏക മധ്യസ്ഥനായിരിക്കും യേശുവിന്റെ മുമ്പിൽ കവിണ് വീണ കണ്ണുകളുടെ ചാട്ടാൻ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ 4 രാജ്യങ്ങളുള്ള സകല ക്രൈസ്തവ സമൂഹത്തെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി മുമ്പിൽ നിർത്തിക്കൊണ്ട് യേശു പിതാവിന് മുമ്പിൽ കവിണ് വീണ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, സകല ജനങ്ങളും യേശു ക്രിസ്തു മുമ്പാകെ കവിണ് വീണ് പ്രാർത്ഥിച്ച് കർത്താവിൻ ദൈവത്തിന് അനുഗ്രഹം പ്രാപിപ്പാൻ ജനത്തെ ഏൽപ്പിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, തരിപ്പണമായ ജീവിതങ്ങൾ, ആമേൻ, ലഹരിക്ക് അടിപ്പെട്ടു പോയ ജീവിതം, ദുർമന്ത്രവാദ ദുർസേവകളാൽ തകർന്ന് ശാപത്തിന് കീഴിൽ കിടക്കുന്ന ഭവനങ്ങൾ കർത്താവെ, അവർക്കെല്ലാം വിടുവിക്കൽ, വിടൽ കൊടുക്കാം. മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് ജീവിതം തകർന്നുപോയ കുടുംബങ്ങൾ കർത്താവ് വിടുവിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങേക മധ്യസ്ഥനായ എല്ലാ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ലോകത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സാകല ജനത്തിനും മധ്യസ്ഥനേശവും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യുവനത്തിലും വാർത്തക്കും നിരാലംബത്തിലും അശല യാചകരും ഓർഫനേജ് കോളേജുകൾ തടവറയിലായിരിക്കുന്നവർക്കും സകല ഭരണാധികാരി ന്യായാധിപന്മാരെയും എല്ലാ ക്രമസമാധാന പാലകരും രാജ്യരാഷ്ട്ര തലവന്മാർ എല്ലാ മത നേതാക്കന്മാരെയും സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ അടക്കം എല്ലാ കർത്താവി സ്തോത്രമല്ലിയ നാവീസന കരസന വ്യോമസന അടക്കമുള്ള എല്ലാ ക്രമസമാധാന എല്ലാ ജുഡീഷ്യൽ മേഖലയിലുള്ളവരെയും എൻ്റെ ഏരിയ എല്ലാ കർത്താവിഷ പാർട്ടികൾ എല്ലാം ഞങ്ങൾ ദൈവങ്ങളിലേക്കുകയാണ്. എല്ലാവരും ഏക മധ്യസ്ഥനായിരിക്കും യേശുക്രിസ്തുവിൽ കടന്നു യേശുവിനും കവിണ് വീണ് പ്രാർത്ഥിച്ച് കർത്താവ് ജീവിതത്തിലെ പാപശാപ ബന്ധനങ്ങളിൽ വിടുതൽ പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.